റോമർക്കെഴുതിയ ലേഖനം 6:4. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. യേശുക്രിസ്തുവിനോടുകൂടെ തന്നെ അടക്കം ചെയ്യണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന വചനം കൊലോസ്യർ 2:12. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും, കണ്ടോ എത്ര വ്യക്തമായി പറയുന്നു, അടക്കം ചെയ്യുന്നതാണ് സ്നാനം. ഇത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ചെയ്യണം. അവനെ മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്തിൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കപ്പെടണം. ഇനി റോമർ 6:5. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട്, യേശുക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ മരിച്ചുവെങ്കിൽ, അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു എങ്കിൽ മാത്രമേ പുനരുദ്ധാനത്തിൽ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുകയുള്ളൂ. പച്ചയ്ക്ക് പറയുന്നു റോമർ 6:5. വേണമെങ്കിൽ ചെവരിൽ എഴുതി വെച്ചോ. വീടിന്റെ ചെവര് വൃത്തികേടായാലും വേണ്ടില്ല, സ്വർഗത്ത് പോകാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സ്നാനപ്പെട്ട എങ്കിൽ മാത്രമേ അവർ പുനരുദ്ധാനത്തിലും ഏകീഭവിക്കുകയുള്ളൂ. ഈ ഒരൊറ്റ വചനം നിങ്ങളൊന്ന് കേട്ടിരിക്കുന്നു. ഇത് തള്ളിക്കളയുന്ന എല്ലാവരുടെയും ന്യായവിധി ഇപ്പോൾ തന്നെ വന്നു. നോഹ പറഞ്ഞത് കേൾക്കാതെ തള്ളിക്കളഞ്ഞവരുടെ ന്യായവിധി വെള്ളം കയറി ചത്തുപോയത്, അത് ശിക്ഷ അനുഭവിച്ചതാ. ന്യായവിധി തള്ളിക്കളഞ്ഞ നിമിഷം തന്നെ അവർ ന്യായവിധിയിൽ അകപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ ഇന്ന് കോടിക്കണക്കിന് പേർ നോഹയുടെ കാലം പോലെ തള്ളപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ നോഹയെ പോലെ ഒരുവൻ വിളിച്ചു പറയുന്നു, നോക്കൂ, എൻ്റെ ആടുകൾ മാത്രമേ എൻ്റെ ശബ്ദം കേൾക്കൂ. അവർ അന്യനെ അറിയായികയാൽ അന്യന്റെ ശബ്ദം കേൾക്കില്ല. ആര്? ആടുകളെ തടയാനും കഴിയില്ല. അവയെ എൻ്റെ കയ്യിൽ തന്ന പിതാവിൻ്റെ കയ്യിൽ നിന്നും ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയില്ല. എൻ്റെ കയ്യിൽ നിന്നും ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ഭയക്കണ്ട. യഥാർത്ഥ ദൈവത്തിൻ്റെ ആട്. നമുക്ക് കത്തോലിക്ക, മാർത്തോമാ, CSI അല്ലെങ്കിൽ പെന്തക്കോസ്, ഇന്നത്തെ ന്യൂ ജനറേഷൻ ചർച്ച്, ഇവിടെയെല്ലാം ആൾക്കാർ ആയിരങ്ങളും പതിനായിരങ്ങളും ഓടിക്കൂടുന്നത് പോലെ കളപ്പുരയിലേക്ക് ശേഖരിക്കപ്പെടുകയില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് യേശു വന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ വഴിയായി ചേർക്കപ്പെട്ടതെല്ലാം. ഏതെങ്കിലും ഒരു പള്ളിക്കാരനെ കാണിച്ചു തരാമോ? യേശു വന്നപ്പോൾ യേശുവിന് മുന്നോടിയായി യോഹന്നാൻ സ്നാപകനെ അയച്ച് കർത്താവ് താൻ ഗംഭീരനാദം ജീവിച്ചിരിക്കുന്ന മണവാട്ടിയെ സഭകളിലേക്ക് ദൂത് വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെ പ്രശ്നമുണ്ടായി, കുടക്കുകളുണ്ടായി. അതുകൊണ്ടാണല്ലോ പാമ്പുകളെ, തേളുകളെ, സർപ്പസന്തതികളെ എന്ന് വിളിക്കേണ്ടി വന്നത്. ആ ഒരു യുദ്ധമുണ്ടായി. യുദ്ധത്തിൽ ജയിച്ചു വന്ന ഏതെങ്കിലും ഒരു പള്ളിക്കാരനെ ഒന്ന് കാണിച്ചു തരൂ. ഏതെങ്കിലും ഒരു ബൈബിൾ പണ്ഡിതനെ ഒന്ന് കാണിച്ചു തരൂ. ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. ഇക്കാലത്ത് ഉണ്ടാവില്ല. റോമർ 6:5 വ്യക്തമായി കേട്ടുകൊള്ളുക. അവൻ്റെ, അതായത് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിലും നാം അവൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. യേശുക്രിസ്തു പുനരുദ്ധാനം ചെയ്തതുപോലെ നാം പുനരുദ്ധാനത്തിൽ ഏകീഭവിക്കും. ഒന്നായി തീരണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സ്നാനപ്പെടണം. റോമർ 6:6. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. യേശുക്രിസ്തുവിനോട് കൂടെ തന്നെ മരിക്കണം. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ പാപമോചനത്തിന് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമം തന്നെ. അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കിയെങ്കിൽ മാത്രമേ പുനരുദ്ധാനത്തിൽ നാം അവനോടുകൂടെ ഉണ്ടാവുകയുള്ളൂ. ഇല്ലാതെ ഒരെണ്ണം ഉണ്ടാവുകയില്ല. സ്തോത്രം. 6:8. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കുകയില്ല. റോമർ 8 പറയുന്ന പോലെ ഇനി യേശു ക്രിസ്തുവിലുള്ളവന് ശിക്ഷാവിധിയില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും മരണം ഉണ്ടാവുകയില്ല. നോക്കൂ, ഈ വചനങ്ങൾ വിശ്വസിച്ച് ഈ യേശു തന്നെയാണ് കർത്താവ്, 2 പേർ 3 പേരുണ്ടെന്നുള്ളതല്ല, ഇങ്ങനെ ഒരുവൻ തന്നെയാണെന്ന് വിശ്വസിക്കുന്നവനാണ് ദൈവത്തിനുള്ളവൻ. നോക്കൂ.